വന്ന് യവന്മാർ ഇത്രയും നേരം എവിടെ പോയി കിടക്കായിരുന്നു? സുൽവി, താനിത് എവിടെ പോയി കിടക്കായിരുന്നു? നേരെ എത്രയെന്നറിയോ ഞാനിവിടെ കാത്തിക്കാൻ തുടങ്ങിയിട്ട്? എന്നെ ശാന്തപ്പെട്ട കുറച്ച് തിരക്കായി പോയി. ഒന്ന് രണ്ട് കച്ചവടത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വലിയ ബിസിനസ്സുകാരനായി പോയില്ലേ നിന്റെ ഒരു ബുസി. വാ, ഇതാണ് വണ്ടി, ശരിക്കും നോക്കി. ചവിട്ടല്ലേ ചവിട്ടല്ലേ. വണ്ടി ആണാണോ പെണ്ണാണോ നോക്കിയാണ്. സൂപ്പർ കണ്ടീഷനാ, ഒരു കുഴപ്പമില്ല. എന്റെ ശാന്തപ്പെട്ട ഇത് കുറെ കിലോമീറ്റർ ഓടിയ വണ്ടിയാ. അതിലേ പറഞ്ഞത് സൂപ്പർ റണ്ണിങ് കണ്ടീഷനാണ്. അപ്പൊ പിന്നെ ഓടാതിരിക്കും. കിലോമീറ്റർ കണ്ടിട്ട് ലോകം മുഴുവൻ കറങ്ങിയ വണ്ടിയാ. എന്റെ മോള് തുണിക്കച്ചവടത്തിന് കൊണ്ടുവന്ന വണ്ടിയാ. അവള് നമ്മുടെ ഈ ആലപ്പുഴയിലും ചങ്ങനാശ്ശേരിയിലേക്ക് ഒന്ന് ചുറ്റി കറങ്ങും, അത്ര തന്നെ. വേറൊന്നും കൊണ്ട് പറയല്ല, നല്ല ഐശ്വര്യമുള്ള വണ്ടിയാ. അതൊക്കെ പോട്ട്, ഇതിപ്പോ എത്ര കിട്ടും? കുറെ ഓടിയ വണ്ടിയല്ലേ, ഒരു 10,000 രൂപ തരാം. 10,000? അതൊന്നും പറ്റൂല. 20,000 രൂപ പറഞ്ഞിട്ട് കൊടുക്കാത്ത വണ്ടിയാ. ഫുൾ കണ്ടീഷൻ വണ്ടിയാ സുൽഫി. ഒരു 15,000 രൂപയ്ക്ക് ഉറപ്പിക്കാം. 15,000? അത് ഇത്തിരി കൂടുതലാ. ഒരു 12 രൂപ അങ്ങോട്ട് തരും. 12,000? ആലോചിക്കാനൊന്നുമില്ല ചന്തപ്പെട്ട. 12,000 നല്ല റേറ്റാ. എന്തേലെ 12,000 എങ്കിൽ 12,000 കാശും തന്നിട്ട് വണ്ടി എടുത്തോണ്ട് നോക്കും. എന്നാ ശാന്തപ്പെട്ട, ഇത് 10 ഉണ്ട്. ബാക്കി 2,000. 2,000 ഉണ്ട്. ശാന്തപ്പെട്ട കാശൊക്കെ കറക്റ്റാ. അത് നിനക്ക് മാത്രം തോന്നിയാ മതിയോ? എനിക്കും കൂടെ തോന്നണ്ടേ? പിന്നെ RC ബുക്കൊക്കെ വണ്ടി ഇരിപ്പുണ്ട്, കൈയോടെ എടുത്തോണ്ട് നോക്കും. എല്ലാം പക്ക ആണല്ലോ അല്ലേ? നോക്ക്, അതിലെ തുറക്കാൻ പറഞ്ഞു. ഇത് RC ബുക്ക്. അത് തന്നെ. അത് ഇൻഷുറൻസിന്റെ പേപ്പർ. ഒന്നുമില്ലടെ, എല്ലാം കറക്റ്റ് തന്നെ. പിന്നെ എന്തോ നോക്കാതിരിക്കുന്നത്? നീ ഈ വണ്ടി എടുത്തിട്ട് വാ. ഒന്നേ, ചാരുന്റെ സ്കൂട്ടറല്ലേ അയാള് കൊണ്ടുവന്നേ? ആരാത്? ഇപ്പോഴേ അത് ചാരുവിന്റെ വണ്ടിയല്ല, സുൾവിയുടെ വണ്ടിയാ. ഞാനതെങ്ങ് വിറ്റു. വിറ്റാ? വിറ്റു.